അലക്സ് ആൻഡ് ശ്യാം രണ്ടുപേരും ഫ്രണ്ട്സാണ്. രണ്ടുപേരും ഒരുമിച്ച് ഒരു ബിസിനസ് നടത്തുന്നു. കുറച്ച് കാലത്തിന് ശേഷം ഇന്നലെ ഞാൻ ശ്യാമിനെ കണ്ടു. അലക്സിനെ പറ്റി ചോദിച്ചപ്പോൾ അവൻ പറയുകയാണ്, ഹീസ് നോ ലോങ്ങർ മൈ ഫ്രണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു? വീണ്ടും മറുപടി ഒരു പരുക്കൻ മട്ടിൽ, ഹീസ് നോ ലോങ്ങർ ഡൂയിങ് ബിസിനസ്. നിങ്ങളുടെ കാർ എവിടെ എന്ന് ചോദിച്ചപ്പോൾ ശ്യാമിൻ്റെ മറുപടി, ഐ ക്യാൻ നോ ലോങ്ങർ അഫോർഡ് എ കാർ. ഇത്രയുമായപ്പോൾ ഞാൻ സംസാരം നിർത്തി. എന്തായാലും ശ്യാമിൻ്റെ സംസാരത്തിൽ നിന്നും നോ ലോങ്ങർ എന്ന ഫ്രേസ് പരിചയപ്പെട്ടില്ലേ? ഇനി നമുക്ക് ശരിക്കൊന്ന് പരിചയപ്പെടാം ഈ നോ ലോങ്ങർ എന്താണെന്ന്. നോ ലോങ്ങർ എന്നാൽ ഇനി മേലിൽ, ഇൻ ദ പാസ്റ്റ് നോട്ട് നൗ എന്നാണ്. ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇത്ര നാളും അത് ചെയ്തു, പക്ഷേ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇനി മുതൽ ഇല്ല, ഇപ്പോൾ മുതൽ അത് നിർത്തുന്നു, ഇനി അങ്ങോട്ട് ഇല്ല എന്ന് പറയുന്നതിനാണ് നോ ലോങ്ങർ എന്ന ഫ്രേസ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ശ്യാം പറഞ്ഞതിൻ്റെ അർത്ഥം പിടികിട്ടിയോ? ഹീസ് നോ ലോങ്ങർ മൈ ഫ്രണ്ട് എന്നാൽ അവൻ ഇനി എൻ്റെ ഫ്രണ്ട് അല്ല, ഇനി മുതൽ എൻ്റെ ഫ്രണ്ട് അല്ല. ചുരുക്കി പറഞ്ഞാൽ തെറ്റിപ്പിരിഞ്ഞു എന്നർത്ഥം. ഹീസ് നോ ലോങ്ങർ ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞാലോ, അവൻ ഇനി മുതൽ ബിസിനസ് ചെയ്യുന്നില്ല. ഐ ക്യാൻ നോ ലോങ്ങർ അഫോർഡ് എ കാർ എന്നും ശ്യാം പറഞ്ഞല്ലോ. അപ്പോൾ അതിനെന്താ മീനിങ്? എനിക്കിനി ഒരു കാർ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അഫോർഡ് എന്നാൽ അതിൻ്റെ എക്സ്പെൻസ് ഒന്നും എനിക്ക് താങ്ങാൻ പറ്റില്ല എന്നാണ്. ഇനി കുറച്ചുകൂടി എക്സാമ്പിൾസ് വേണം അല്ലേ? ദേ ആർ നോ ലോങ്ങർ എ പാർട്ട് ഓഫ് ദിസ് എന്ന് പറഞ്ഞാൽ അവർ ഇനി ഇതിൻ്റെ ഒരു ഭാഗം അല്ല. ഐ ആം നോ ലോങ്ങർ ഡിസപ്പോയിൻറ്റിങ് എനി വൺ. ഞാൻ ഇനിമേലിൽ ആരെയും നിരാശപ്പെടുത്തുന്നില്ല. ഡിസപ്പോയിൻറ്റ് ചെയ്യുക മീൻസ് നിരാശപ്പെടുത്തുക. ദേ നോ ലോങ്ങർ നീഡ് മൈ അസിസ്റ്റൻസ്. അവർക്ക് ഇനി എൻ്റെ സഹായം ആവശ്യമില്ല. അസിസ്റ്റൻസ് മീൻസ് സഹായം. ഐ ക്യാൻ നോ ലോങ്ങർ ബെയർ ദ പെയിൻ. എനിക്ക് ഇനി ആ വേദന താങ്ങാനാവില്ല. ബെയർ മീൻസ് താങ്ങുക, സഹിക്കുക. ഐ ക്യാൻ നോ ലോങ്ങർ ബെയർ ദ പെയിൻ. മൈ ലാപ്ടോപ്പ് നോ ലോങ്ങർ വർക്ക്സ്. എൻ്റെ ലാപ്ടോപ്പ് ഇനി മുതൽ വർക്ക് ചെയ്യില്ല. ദിസ് ലൈസൻസ് ഈസ് നോ ലോങ്ങർ വാലിഡ്. ഈ ലൈസൻസ് ഇനി മുതൽ വാലിഡ് അല്ല. ഇപ്പോൾ എത്രയോ സെൻറ്റൻസസ് ഞാൻ പറഞ്ഞു. അപ്പോൾ കമൻറ്റ് ബോക്സിൽ എക്സാമ്പിൾ സെൻറ്റൻസ് മറക്കാതെ എഴുതണം. എക്സാമ്പിൾ സെൻറ്റൻസ് കണ്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് മനസ്സിലായിട്ടില്ല എന്ന് ഞാൻ അങ്ങോട്ട് കരുതും. പ്ലീസ് ഡോണ്ട് ഡിസപ്പോയിൻറ്റ് മീ.